ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നൈലോൺ പാൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഓർഗൻസ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ അറ്റം ഒന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. ആ ഒരു 2 പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ലൈറ്റർ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് മെഴുകുതിരി വെച്ചിട്ട് ഉരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉരുക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് ഉരുക്കി പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊന്ന് അകലെ പിടിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതേപോലത്തെ നമുക്ക് ടോട്ടൽ ഒരു 6 പീസ് വേണം നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓരോ പീസ് കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ കുറച്ച് ഫോൾഡ് ആക്കുക. അതിന്റെ സെന്ററിലായിട്ട് എന്തെങ്കിലും ഒരു ടിന്നിന്റെ മൂടി വെച്ചിട്ട് അങ്ങനെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ പ്രാവശ്യം ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ആർച്ച് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലത്തെ കനം കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഓർഗൻസ പോലത്തെ കനം കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അറ്റം വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ 6 പീസാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പൊ 6 പെറ്റൽസും ഇവിടെ സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കെട്ടിക്കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആ ഒരു നൂല് കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടറ്റവും തമ്മിൽ കൂട്ടിക്കെട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ടൈറ്റിൽ വേണം കെട്ടിയെടുക്കാനായിട്ട്. അപ്പൊ ആദ്യത്തെ കെട്ട് അത്യാവശ്യം ടൈറ്റിൽ വെച്ചിട്ട് അത് ലൂസാവാത്ത തരത്തിൽ വേണം രണ്ടാമത്തെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ കെട്ടിട്ടിട്ട് ചിലപ്പോ രണ്ടാമത്തെ കെട്ടിടുമ്പോൾ ആദ്യത്തെ കെട്ട് ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ലൂസായി പോവാണെങ്കിൽ സെന്ററിൽ ഭയങ്കര ഗ്യാപ്പായിട്ട് വരും കേട്ടോ. അപ്പൊ ഞാനൊരു 3 പ്രാവശ്യം കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന നൂലിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പെറ്റൽസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെന്ററിലായിട്ട് നമ്മൾ ബീഡ് വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നൈലോൺ ബാൻഡിലും അതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇത് ഞാൻ സാറ്റിൻ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സെന്ററിൽ വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അധികം ഗ്യാപ്പ് ഇല്ലാതെ ചെയ്തത് കൊണ്ടാണ് അവിടെ വലിയ ഹോളായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ കെട്ടുന്നത് ലൂസായി പോവാണെങ്കിലും സെന്ററിൽ ഭയങ്കര ഹോളായിട്ട് വരും കേട്ടോ. അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ല. അതിന്റെ സെന്ററിൽ കുറച്ച് വലിയ സ്റ്റോൺ വെക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കവറായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് സെറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അപ്പൊ 3 സെന്റിമീറ്ററിന്റെ നീളത്തിലൊരു അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അറ്റ കുരുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഗ്യാപ്പുള്ള ഫ്ലവേഴ്സിന്റെ ബാക്കിലാകുമ്പോൾ നമ്മൾ ഇതേപോലെ ഫെൽറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഗൻസയിൽ ചെയ്തിട്ടുള്ള ഫ്ലവറിന് സെന്ററിൽ അധികം ഗ്യാപ്പ് ഇല്ലാത്തത് കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്ലിപ്പിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ക്ലിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹോള് കവർ ആയി കിട്ടും. ചെറിയൊരു ഹോളല്ലേ, അതുകൊണ്ട് പിന്നെ ഒരു ഫെൽറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് വരികയാണെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഫെൽറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ക്ലിപ്പ് ഒട്ടിക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ക്ലിപ്പൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അതിന് സെന്ററിലായിട്ടൊരു ബീഡ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു വൈറ്റ് കളറുള്ള ബീഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് B7000 ഗ്ലൂ ആണ്. ഇപ്പൊ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടായാലും നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് നൈലോൺ ബാൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്യണേന്ന് നോക്കാം. അപ്പൊ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൈലോൺ ബാൻഡ് ആണ് കേട്ടോ. നമുക്ക് അതിലേക്ക് ഈ ഒരു ഫ്ലവേഴ്സിന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെൽറ്റ് ഷീറ്റ് ഞാൻ ചെറിയൊരു വീതിയിലും കുറച്ച് ലെങ്ത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റമൊക്കെ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ.
ഇനി ഈ ഒരു ഫെൽറ്റിലാണ് ഈ 3 ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നൈലോൺ ബാൻഡിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിനെ. അപ്പോൾ ഫ്ലവറിന്റെ സെന്ററിലായിട്ട് വേണം നമ്മളുടെ ആ ഒരു ഫെൽറ്റ് വരാനായിട്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് ഒരേ ലെവലില് 3 ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഗ്യാപ്പ് ഇല്ലാതെ വേണം നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ മാക്സിമം അടുത്തടുത്തായിട്ട് വെച്ചുകൊടുക്കുക ഓരോ ഫ്ലവേഴ്സും. അപ്പൊ മൂന്നാമത്തെ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഒരു ഫെൽറ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫെൽറ്റിലേക്ക് ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 3 ഫ്ലവർ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറക്റ്റ് ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ഗ്ലൂ ചെയ്തിട്ട് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഭാഗം ഒന്നും കറക്റ്റ് ആയിട്ട് ഗ്ലൂ ഒന്നും എത്തിയിട്ടില്ല ആ ഭാഗത്ത്. അപ്പൊ അവിടെ ഒക്കെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. ബാക്കി വരുന്ന ഫെൽറ്റിനെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തിട്ട് അറ്റം ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് നൈലോൺ ബാൻഡിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു ഫ്ലവേഴ്സിനെ ഇതുപോലെ കമഴ്ത്തി വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെയാണെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകണ്ട. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഫെൽറ്റിൽ കുറച്ച് ഭാഗത്തായിട്ട് ആദ്യം ഗ്ലൂ ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഭാഗമായിട്ട് ആ ഒരു നൈലോൺ ബാൻഡിനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ ആ ഒരു ഫെൽറ്റിൽ കുറച്ച് ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് അതിനൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാൻഡിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം കേട്ടോ, ഒന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പൊ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും അതുപോലെ അത് ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ നമ്മൾ അറ്റം വരെ ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഗ്ലൂ എത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടോ നോക്കി നോക്കുക. ആ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു ബാൻഡിലേക്ക് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് സെന്ററിലായിട്ട് ഓരോ ബീഡ്സും ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ബീഡ്സ് ഒക്കെ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഓരോ ബീഡ്സും വെച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു ഗ്ലൂ സെറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് 3 ഫ്ലവേഴ്സിന്റെ സെന്ററിലും ഇതേപോലെ 3 ബീഡ്സ് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മേക്കിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കാണുന്നതിനേക്കാളൊക്കെ ഭംഗിയുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണാനായിട്ട്. അപ്പൊ ഇതിലതിന്റെ കറക്റ്റ് കളർ അറിയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ, ക്യാമറയുടെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു നൈലോൺ ബാൻഡും അതേപോലെ തന്നെ അതിന്റെ കൂടെ 2 ക്ലിപ്പുമായിട്ട് നമുക്ക് ഒരൊറ്റ സെറ്റായിട്ട് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു പാക്കിംഗ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ചാർട്ടിൽ നിന്ന് ഇതേപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ നൈലോൺ ബാൻഡിനെ അതിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു 2 ക്ലിപ്പ് വെക്കാനുള്ള ഒരു ഗ്യാപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആ ഒരു ക്ലിപ്പ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഏകദേശം അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഞാനൊരു ബ്ലേഡ് വെച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇതേപോലെ 2 ക്ലിപ്പ് നമുക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിന്റെ ഈ ഒരു പാക്കിംഗ് ഈ ഒരു ചാർട്ടിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ആയിട്ട് നമുക്ക് അതിന്റെ റേറ്റ് കൊടുക്കാം. അപ്പൊ ഒന്ന് റേറ്റ് ഇടുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ റേറ്റ് ഇടാന്നൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു പാക്കിംഗ് കവറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആ കവറിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം. പിന്നെ ആ ഒരു സ്റ്റിക്കർ ഇതുപോലെ കളഞ്ഞിട്ട് ആ ഒരു ഗ്ലൂ ഉണ്ടായിരിക്കും. ആ ഒരു ഗ്ലൂ വെച്ചിട്ട് നമുക്ക് അതിനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പാക്കിങ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പൊ എല്ലാ മെറ്റീരിയൽസിലും ചെയ്താൽ ഭംഗി ഉണ്ടാവുന്ന ഒരു ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഓർഗൻസിൽ മാത്രമല്ല, സാറ്റിന്റെ ആയാലും സിൽക്ക് അതേപോലെ തന്നെ കോട്ടൺ എല്ലാ മെറ്റീരിയൽസിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഫ്ലവേഴ്സ് ആണ്. അതേപോലെ തന്നെ ഹെയർ ആക്സറീസിന് മാത്രമല്ല, കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണുന്നത് പോലെ ഡയറക്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.